ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വീശിയടിക്കുന്നത് വെറും കാറ്റല്ല. അത് തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ചയുടെയും ബി.ജെ.പിയുടെ വമ്പൻ മുന്നേറ്റത്തിന്റെയും കൊടുങ്കാറ്റാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കം കണ്ടാൽ ചിരിക്കണോ അതോ സഹതപിക്കണോ എന്ന് ജനങ്ങൾക്കറിയില്ല. കഴിഞ്ഞ തവണ നന്ദിഗ്രാം എന്ന മണ്ണിൽ ബി.ജെ.പിയുടെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരിയോട് ഏറ്റുവാങ്ങിയ ആ കനത്ത പ്രഹരം മമതയുടെ ഉറക്കം ഇപ്പോഴും കെടുത്തുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തുവന്ന സ്ഥാനാർത്ഥി പട്ടിക. കഴിഞ്ഞ തവണത്തെ പോലെ തോൽക്കാനില്ല എന്ന് മമത വിളിച്ചു പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം സുവേന്ദുവിനെ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഓടി ഒളിക്കുകയാണ് എന്ന് മാത്രമാണ്. നന്ദിഗ്രാം മമതാ ബാനർജിയെ അധികാരത്തിലേറ്റിയ മണ്ണാണത്. പക്ഷേ അതേ മണ്ണിൽ നിന്ന് ഇത്തവണ അവർക്ക് വാല് ചുരുട്ടി ഓടേണ്ടി വരുന്നു എന്നത് ചരിത്രപരമായ ഒരു തമാശ തന്നെയാണ്. കഴിഞ്ഞ തവണ 17 റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം സുവേന്ദു അധികാരി വിജയക്കൊടി പാർപ്പിച്ചപ്പോൾ മമതയുടെ രാഷ്ട്രീയ അഹങ്കാരത്തിനാണ് അവിടെ അന്ത്യം കുറിച്ചത്. അന്ന് തോൽവി സമ്മതിക്കാൻ മടിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ കുറ്റം പറഞ്ഞ് കരഞ്ഞു നടന്ന മമത ഇത്തവണ അങ്കത്തട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പേ വെള്ളക്കൊടി വീശിയിരിക്കുകയാണ്. സ്വന്തം തട്ടകമെന്ന് അവകാശപ്പെട്ടിരുന്ന നന്ദിഗ്രാമിൽ നിന്ന് ഭവാനിപൂരിലേക്ക് അവർ സുരക്ഷിത താവളം തേടി പോകുന്നത് തോൽവി ഭയന്നല്ലാതെ മറ്റെന്തിനാണ്? ബംഗാളിലെ ഓരോ തെരുവിലും ബി.ജെ.പി പടുത്തുയർത്തിയ ആ കാവിക്കോട്ടകൾ കണ്ട മമതയുടെ ആത്മവിശ്വാസം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയുടെ പടക്കുതിരകൾക്ക് മുന്നിൽ നിൽക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് പവിത്ര കാർക്കിയെ പോലെയുള്ള പാവം സ്ഥാനാർത്ഥികളെ നന്ദിഗ്രാമിൽ ബലിയാടാക്കാൻ വിട്ടുകൊടുത്ത മമത സുരക്ഷിതമായി ഭവാനിപൂരിലേക്ക് മുങ്ങുകയാണ്. മമതയുടെ ഈ ഒളിച്ചോട്ടം കണ്ടിട്ട് TMCയിലെ അണികൾ പോലും ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് തന്നെ പേടിയാണെങ്കിൽ ഞങ്ങൾ എന്തിന് വോട്ട് ചോദിക്കണമെന്ന്. 226 സീറ്റുകൾ പിടിക്കുമെന്ന് മൈക്കിന് മുന്നിൽ നിന്ന് വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മമതയുടെ പ്രധാന പരിപാടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറി പറയുക എന്നതാണ്. കമ്മീഷൻ ബി.ജെ.പിക്ക് വേണ്ടി കളിക്കുന്നു, ബി.ജെ.പിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് തോൽവി ഉറപ്പായ ഒരു രാഷ്ട്രീയക്കാരന്റെ സ്ഥിരം വിലാപങ്ങൾ മാത്രമാണ്. ജനങ്ങൾ കൈവിടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറ്റം പറയുന്നത് മമതയുടെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. പക്ഷേ മമത ഒന്നോർക്കണം, ബംഗാളിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. വികസനവും സമാധാനവും ആഗ്രഹിക്കുന്ന ജനത ബി.ജെ.പിക്കൊപ്പം അണിനിരന്നു കഴിഞ്ഞു. മുർഷിദാബാദിലും ഡാർജിലിംഗിലും ഒക്കെ ബി.ജെ.പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസ്. സുവേന്ദു അധികാരി എന്ന ജനനായകന്റെ കരുത്ത് നന്ദിഗ്രാമിൽ ഇത്തവണയും ബി.ജെ.പിക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. മമതാ ബാനർജി ഭവാനിപൂരിലേക്ക് മാറിയാലും അവിടെയും അവർക്ക് രക്ഷയുണ്ടാകുമെന്ന് കരുതേണ്ട. കാരണം ബംഗാൾ ഇന്ന് മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അഴിമതിയും ആക്രമവും മുഖമുദ്രയാക്കിയ TMC ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കാവിപ്പട സജ്ജമായി കഴിഞ്ഞു. ഭയന്നോടുന്നവർക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. നന്ദിഗ്രാമിലെ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന മമതയ്ക്ക് ബംഗാൾ ജനത നൽകാൻ പോകുന്നത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബംഗാളിലെ ഈ രാഷ്ട്രീയ നാടകം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: മമതയുടെ കോട്ടകൾ ഒന്നൊന്നായി തകരുകയാണ്. ബി.ജെ.പിയുടെ തേരോട്ടത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുരക്ഷിത താവളം തേടുന്ന മമതയെ ഇത്തവണ ഭവാനിപൂരിലെ ജനങ്ങളും കൈവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബംഗാളിൽ ഇനി വരാനിരിക്കുന്നത് വികസനത്തിന്റെ കാലമാണ്, ബി.ജെ.പിയുടെ കാലമാണ്. സുവേന്ദു അധികാരി വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന കരുത്തുറ്റ പോരാളിയാണ്. നന്ദിഗ്രാമിലെ സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും ഹൃദയം ഇടിപ്പറയുന്ന നേതാവ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 17 റൗണ്ട് വോട്ടെണ്ണലിൽ ഓരോ നിമിഷവും മമതയെ വിറപ്പിച്ചുകൊണ്ട് സുവേന്ദു നേടിയ ആ വിജയം ബംഗാൾ രാഷ്ട്രീയത്തിലെ ഒരു ഇതിഹാസമാണ്. അന്ന് മമതയ്ക്ക് മനസ്സിലായി, അധികാരം ഉപയോഗിച്ച് ആരെയും അടിച്ചമർത്താം, പക്ഷേ സുവേന്ദുവിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. ആ പേടി കാരണമാണ് ഇത്തവണ അങ്കത്തട്ടിൽ ഇറങ്ങും മുമ്പേ മമത വെള്ളക്കൊടി വീശി നന്ദിഗ്രാം ഉപേക്ഷിച്ചത്. സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ മമതയുടെ എല്ലാ അടവുകളും പിഴയ്ക്കുകയാണ്. ബി.ജെ.പിയുടെ ഈ പടക്കുതിര ബംഗാളിലുടനീളം ആനടിക്കുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ തന്റെ പഴയ സേഫ് സോണായ ഭവാനിപൂരിലേക്ക് മമത വണ്ടി കയറുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് വെറും മുദ്രാവാക്യങ്ങളല്ല, അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മാസ്റ്റർ പ്ലാനുകൾക്ക് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന ചീട്ട് കൊട്ടാരം തകരുന്ന ശബ്ദമാണ്.
പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമം ഉപേക്ഷിച്ചോടുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ മോദി ഷാ കൂട്ടുകെട്ടൊരുക്കിയ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തരായ ഈ രണ്ട് നേതാക്കൾ ബംഗാളിൽ കാലുകുത്തിയപ്പോൾ തന്നെ മമതയുടെ സിംഹാസനം ഇളകി തുടങ്ങിയിരുന്നു. നരേന്ദ്രമോദി എന്ന വികസന നായകൻ ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും എത്തിച്ചേർന്നപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തങ്ങളെ ഇത്രയും കാലം DMC പറ്റിക്കുകയായിരുന്നു എന്ന്. മറുവശത്ത് ആധുനിക രാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷാ ഓരോ മണ്ഡലത്തിലും BJPയുടെ കരുത്ത് കൂട്ടി. അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മറുതന്ത്രങ്ങൾ മെനയാൻ കഴിയാതെ മമതാ ബാനർജി ഇന്ന് അന്തം വിട്ടു നിൽക്കുകയാണ്. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയെ മുൻനിർത്തി മമതയെ പരാജയപ്പെടുത്തിയത് മോദി ഷാ ദ്വയത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. അന്ന് ഏറ്റുവാങ്ങിയ ആ പ്രഹരത്തിന്റെ ആഘാതം ഇപ്പോഴും മാറാത്തത് കൊണ്ടാണ് മമതയ്ക്ക് ഇന്ന് നന്ദിഗ്രാം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നത്. മോദിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളെ കാണുമ്പോൾ മമതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇത് വെറും തിരഞ്ഞെടുപ്പല്ല, ഇതൊരു ജനകീയ വിപ്ലവമാണെന്ന്. BJP പടുത്തുയർത്തിയ ഈ മഹാപ്രവാഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് മമത തന്റെ പഴയ തട്ടകമായ ഭവാനിപൂരിലേക്ക് സുരക്ഷിത താവളം തേടി പോകുന്നത്. മോദിയും ഷായും ചേർന്ന് ബംഗാളിൽ അഴിമതിക്കും ആക്രമണത്തിനുമെതിരെ തുറന്ന യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞ മമത കരയുമ്പോൾ BJP ജനങ്ങൾക്കിടയിൽ വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കുകയാണ്. 226 സീറ്റുകൾ നേടുമെന്ന് മമത വെറുതെ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ബംഗാളിലെ ഓരോ വോട്ടും BJPക്ക് അനുകൂലമാക്കാൻ മോദി ഷാ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മോദിയുടെ ജനപ്രീതിയും ഒത്തുചേരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി വെറും ഓർമ്മയായി മാറും. നന്ദിഗ്രാമിൽ നിന്ന് മമതയെ ഓടിച്ച ഈ കൂട്ടുകെട്ട് ഭവാനിപൂരിലും അവർക്ക് സമാധാനം നൽകില്ല. ബംഗാളിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരൊപ്പാൻ മോദിജി വരുമ്പോൾ ആക്രമണത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ അമിത്ഷാ തന്ത്രങ്ങൾ മെനയുമ്പോൾ മമതയ്ക്ക് ഇനി ഒളിച്ചോടാൻ ഇടമുണ്ടാകില്ല. മോദി ഷാ പ്രഭാവത്തിൽ ബംഗാൾ എന്ന പുതിയൊരു പുലരിയിലേക്ക് ഉണരുകയാണ്. മമതയുടെ ഭയവും ഒളിച്ചോട്ടവും BJPയുടെ മഹാവിജയത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. സുവേന്ദു അധികാരിയെ പോലെയുള്ള പോരാളികളെ മുൻനിർത്തി മോദിയും ഷായും നയിക്കുന്ന ഈ പോരാട്ടം ബംഗാളിൽ ചരിത്രം കുറിക്കും. ഇനി വരാനിരിക്കുന്നത് വികസനത്തിന്റെ, സമാധാനത്തിന്റെ, യഥാർത്ഥ മാറ്റത്തിന്റെ കാലമാണ്. അത് BJPയുടെ കാലമായിരിക്കും. ഒരു മുഖ്യമന്ത്രി ഇത്രയും വലിയ ഭീരുവാകാൻ പാടുണ്ടോ എന്നാണ് ബംഗാളിലെ തെരുവുകൾ ഇപ്പോൾ ചോദിക്കുന്നത്. സിംഹത്തെ പോലെ ഗർജിച്ച് നടന്നിരുന്ന മമത സുവേന്ദു അധികാരി എന്ന പുലിയെ കണ്ടപ്പോൾ വാല് ചുരുട്ടി ഓടുന്നത് കാണാൻ എന്ത് രസമാണ്. നന്ദിഗ്രാമിലെ ജനങ്ങളെ വഞ്ചിച്ച മമതയ്ക്ക് ഇപ്പോൾ ആ മണ്ണിൽ കാലുകുത്താൻ പേടിയാണ്. എന്തുകൊണ്ടാണ് മമത നന്ദിഗ്രാം ഉപേക്ഷിച്ചത്? ഉത്തരം ലളിതമാണ്. അവിടെ BJP കെട്ടിപ്പടുത്ത ജനപിന്തുണയുടെ കൊടുങ്കാറ്റിനെ തടയാൻ തനിക്കാവില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. മോദിജിയുടെ വികസനവും അമിത്ഷായുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളും ചേർന്നപ്പോൾ മമതയുടെ അഴിമതി കോട്ടകൾ ഓരോന്നായി തകരുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ബംഗാൾ ഭരിക്കുക? ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിൽ പലപ്പോഴും പഴയ കോട്ടകൾ കൈവിടേണ്ടി വരുന്ന വലിയൊരു പതനത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബംഗാളിന്റെ മണ്ണിൽ രൂപപ്പെട്ടു വന്ന ജനരോഷം ഇന്നൊരു വലിയ മാറ്റത്തിന് വഴിമാറിക്കഴിഞ്ഞു. ഇവിടെ പോരാട്ടം വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തമ്മിലാണ്. ഒരു വശത്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ കരുത്തുറ്റ വികസന അജണ്ടകളും കൃത്യമായ ആസൂത്രണങ്ങളും ബംഗാളിലെ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുമ്പോൾ, മറുവശത്ത് പഴയ തന്ത്രങ്ങൾ പയറ്റി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രാദേശിക സംവിധാനത്തെയാണ് നിങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വന്തം ഇടം സംരക്ഷിക്കാൻ മണ്ഡലങ്ങൾ മാറി പരീക്ഷിക്കുന്നതിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. പക്ഷേ ജനമനസ്സുകളിൽ ഉണ്ടായ മാറ്റത്തെ തടയാൻ അത് പര്യാപ്തമാകില്ല. നരേന്ദ്രമോദി എന്ന ലോകനായകന്റെ വികസന കാഴ്ചപ്പാടുകളും അമിത്ഷാ എന്ന ചാണക്യന്റെ കൃത്യമായ തന്ത്രങ്ങളും ബംഗാളിലെ ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിൽ മാറ്റത്തിന്റെ കനലുകൾ ജ്വലിപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം മണ്ഡലം ഉപേക്ഷിച്ച മമതാ ബാനർജി പിന്തിരിഞ്ഞോടുമ്പോൾ അവിടെ ഉയരുന്നത് BJPയുടെ വിജയ കാഹളം തന്നെയാണ്. സുവേന്ദു അധികാരിയെ പോലെയുള്ള കരുത്തരായ പോരാളികൾ നയിക്കുന്ന ഈ മുന്നേറ്റം തടയാൻ ഇനിയൊരു ശക്തിക്കും കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.